റീ എൻട്രിയിൽ പോയി നാട്ടിൽ കുടുങ്ങിയ എല്ലാ പ്രവാസികൾക്കും സൗദിയിലേക്ക് വീണ്ടും വരാൻ അവസരമൊരുങ്ങുകയാണ്. ഇതിനായി നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിരവധി തൊഴിൽ ചൂഷണങ്ങൾക്കും ഇത് അവസാനം കുറിക്കും. സൗദിയിൽ നിന്ന് റീ എൻട്രിയിൽ പോയി തിരിച്ചു വരാത്തവർക്കുള്ള യാത്രാവിലക്ക് നീക്കിയത് പ്രവാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനമാണ്. സൗദി ജവാസാത്താണ് വിലക്ക് നീക്കിയ വാർത്ത പുറത്തുവിട്ടത്. റീ എൻട്രിയിൽ രാജ്യം വിട്ടവർക്ക് 3 വർഷത്തേക്ക് സൗദിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് പുതിയ പ്രഖ്യാപനത്തോടെ നീങ്ങിയത്. തീരുമാനം മലയാളികളടക്കം നിരവധി പേർക്ക് പ്രയോജനകരമാകും. കോവിഡ് കാലത്തടക്കം നാട്ടിൽ കുടുങ്ങിയവർക്കാകും ഇത് പ്രധാന നേട്ടമാവുക. പോയിട്ട് തിരിച്ചു വരാത്ത ആളുകൾക്ക് പുതിയ വിസയിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ന്യൂസ് കണ്ടുകൊണ്ട് ഇപ്പം പോയിട്ടുള്ള ആളുകൾ, ഇപ്പം വെക്കേഷന് പോയിട്ടുള്ള ആളുകൾ തിരിച്ച് വരാതിരുന്നാൽ ആ ഇക്കാമ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കാമ എക്സ്പയർ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള റീ എൻട്രി എക്സ്പയറായി ഇക്കാമ എക്സ്പയർ ആയിട്ട് കഴിഞ്ഞാൽ മാത്രമേ വേറെ വിസയിൽ വരാൻ പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് വേറെ കുറേ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഹുറൂബായിട്ടുള്ളവർക്കും കേസായിട്ടുള്ളവർക്കും വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹുറൂബായിട്ട് പോയിട്ടുള്ള ആളുകൾക്കും ഏതെങ്കിലും കേസിൽപ്പെട്ട് പോയിട്ടുള്ള ആളുകൾക്കും ഇതിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. റീ എൻട്രി പോയിട്ട് തിരിച്ച് വരാതെ ഇരിക്കുന്ന ആളുകൾക്ക് അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പുതിയ വിസയിൽ വരാമെന്നുള്ള നിയമമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുതിയ നീക്കം നിരവധി തൊഴിൽ ചൂഷണങ്ങൾക്കും അവസാനം കുറിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. ചില കമ്പനികളും ചില സ്ഥാപനങ്ങളൊക്കെ മനഃപൂർവ്വം ആദ്യം എക്സിറ്റ് കൊടുക്കുക അവർക്ക്, പിന്നീട് അവരെന്ത് ചെയ്ത് ചില എയർപോർട്ടിൽ പോകുന്ന സമയത്ത് തൊഴിലാളികളെ ഒരു കുറഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന റീ എൻട്രി കൊടുത്തു വിടുന്ന ഒരു പ്രവണത ഉണ്ട്. കാരണം അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ റീ എൻട്രി കാലാവധി കഴിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ 2 മാസം കഴിയുമ്പോൾ ഇവർ അറിയുന്നുണ്ടാകാം ഇവരെ റീ എൻട്രിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പലരും മെസ്സേജൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചതികളെല്ലാം ഇതോട് മാറിക്കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഒരുപാട് തൊഴിൽ സാധ്യതയൊക്കെ സൗദി അറേബ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വളരെ ആശ്വാസം തന്നെയാണ്. തൊഴിലാളികളെ വട്ടം കറക്കുന്ന സ്ഥാപനങ്ങൾക്കും തീരുമാനം തിരിച്ചടിയാകും. ചില കമ്പനികൾ എക്സിറ്റ് ചോദിച്ചാൽ പോലും കൊടുക്കാതെ റീ എൻട്രി കൊടുത്തിട്ട് പറഞ്ഞു വിടുന്ന ഏർപ്പാട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു പ്രയോജനമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പ്രയോജനമാണ്. കാരണം റീ എൻട്രി പോയാൽ തിരിച്ചു വരാമെന്നുള്ളത് കൊണ്ട് ചില കമ്പനികൾ എക്സിറ്റ് കൊടുക്കാതെ റീ എൻട്രി കൊടുത്തു വിട്ട ആൾക്കാരുണ്ട്, തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രയോജനമാണ്. എന്നാൽ റീ എൻട്രി വിലക്ക് നീങ്ങിയെത്തുന്നവർക്ക് കർശനമായ ഉപാധികളും ഉണ്ടാകും. എന്നാൽ അവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സൗദിയിലെ നിക്ഷേപ രംഗവും തൊഴിൽ അന്തരീക്ഷവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് തീരുമാനമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഒരുപാട് തൊഴിൽ ചൂഷണം ചെയ്യുന്നൊരു സംഗതി കൂടെ ഇവിടെ ഒഴിവായി കിട്ടാൻ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പല ആളുകൾക്കും ഈ വളരെ വേതനം കുറഞ്ഞ രീതിയിലൊക്കെ ഇവിടെ തൊഴിലെടുക്കുക, അവർക്ക് ലീവ് ഫൈനൽ എക്സിറ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനി ഫൈനൽ എക്സിറ്റ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് മുക്തമായി കിട്ടും. ഒരു പുതിയ രീതി തന്നെ, ഒരു പുതിയ സിസ്റ്റം തന്നെയാണ് ഇതോടുകൂടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആളുകൾക്ക് ഒരാളുടെ കീഴിൽ തന്നെ വർഷങ്ങളോളം ചെറിയ സാലറിക്കൊക്കെ ജോലി ചെയ്യാം, മറ്റൊരു വിസ കിട്ടിയിട്ട് അവർക്ക് വരാൻ പറ്റാത്ത എത്രയോ ആളുകൾ, 10,000-കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ വളരെ ആശ്വാസം തന്നെയാണ്. മറ്റൊരു തൊഴിലിലേക്ക് അവർക്ക് പുതിയ വിസയിൽ വരാൻ കഴിയുന്നുണ്ട്. അവർക്ക് യോജിക്കപ്പെട്ട ഒരു നല്ല വലിയ സാലറിയിലൊക്കെ വരാൻ സാധിക്കും. പണ്ടെന്ന് കാലങ്ങളിലൊക്കെ ഒരു തൊഴിൽ മേഖല പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കാലങ്ങളായി വർഷങ്ങളായി റീ എൻട്രി മാത്രം കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഫൈനൽ എക്സിറ്റ് ചോദിച്ചാൽ കൊടുക്കാത്ത കമ്പനികൾക്ക് ഒരു താക്കീതും കൂടിയാണ് ഈ നിയമം എന്ന് പറയാൻ നമുക്ക് കഴിയും. തൊഴിൽ വിപണിയിൽ നേരത്തെ കമ്പനികളുടെ ആവശ്യപ്രകാരമാണ് റീ എൻട്രിയിൽ പോയി തിരികെ വരാത്തവർക്ക് വിലക്കേർപ്പെടുത്താനുള്ള തീരുമാനം. പുതിയ സാഹചര്യത്തിൽ ന്യായമായ കാരണങ്ങളാൽ കുടുങ്ങിപ്പോയവർക്കും പോകുന്നവർക്കും ഈ അവസരം ഇനി മുതൽ നേട്ടമാകും. ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ സ്ഥാപനങ്ങൾക്ക് പരാതി നൽകുകയും ചെയ്യാം.